കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബൈപ്പാസ് സ്റ്റാർട്ടാവുന്ന വെങ്ങളം ഭാഗത്താണ് കേട്ടോ. അപ്പോൾ വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗത്തൊക്കെ ആറുവഴിപ്പാത പൂർണ്ണമായിട്ടും തുറന്ന് കൊടുത്ത ഇടം കൂടിയാണ്. കോരപ്പുഴ കഴിഞ്ഞുള്ള ഭാഗത്ത് കോരപ്പുഴയുടെ വർക്കൊക്കെ നടക്കുകയാണ് നിലവിലിപ്പോൾ. അപ്പോൾ ഈ വെങ്ങളം കഴിഞ്ഞുള്ള ഭാഗം മുതലാണ് വാഗാടിൻ്റെ റീച്ച് സ്റ്റാർട്ടാവുന്നത്. നമ്മളിപ്പോൾ കാണുന്ന KMCയുടെ റീച്ചാണ് കേട്ടോ. KMCയുടെ റീച്ചിൽ 90% വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടാറിംഗ് പ്രവൃത്തികളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇവിടം വരെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വെങ്ങലത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് മുകളിലായിട്ട് മാർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ താഴെയൊക്കെ ആയിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞ ഇടം കൂടിയാണ്. നിലവിലിപ്പോൾ ഇവിടെ മുതലാണ് രണ്ട് ഭാഗത്തായിട്ടും ഡൈവേഷൻ വരുന്നത്. ഇവിടെ ഒരു സൈൻ ബോർഡിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ എക്സിറ്റ് അടിക്കാനുള്ള വഴിയാണ് ഇടതുഭാഗത്തായിട്ട് മെർജിങ് പോയിന്റ് കാണുന്നത്. വലതുഭാഗത്തായിട്ട് ഈ ആറുവരിപ്പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള മെർജിങ് പോയിൻ്റാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഈ പാലത്തിൻ്റെ മുകളിലായിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. പാലത്തിൻ്റെ മുകളിലായിട്ട് ലൈൻ മാർക്കിംഗ് നടന്നിട്ടുണ്ട്. പാലം കഴിഞ്ഞുള്ള ഭാഗത്തും ഇപ്പോൾ നിലവിലിപ്പോൾ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. ഫൈനൽ ടാറിംഗ് ആ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഇടതുഭാഗത്തു കൂടിയാണ് നമ്മുടെ കോഴിക്കോട് ടൗണിലോട്ട് പോകാനുള്ള റോഡ്. എന്തായാലും നമ്മുടെ KMCയുടെ വർക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ വാഗാടിൻ്റെ വർക്ക് മാത്രമാണ് അല്പം ലാഗായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വാഗാടിൻ്റെ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ നിലവിൽ മണ്ണിൻ്റെ ലഭ്യത കിട്ടിയതോടുകൂടി അവിടെ വർക്ക് പുരോഗതി കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ KMCയുടെ ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത്. ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് നിലവിലിപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ സ്പാനുകൾക്കിടയിലൊക്കെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞതാണ്. ഫ്ലൈ ഓവറിൻ്റെ താഴെ ഒരുപാട് പാർക്കിംഗ് സ്പേസുകൾ ലഭിക്കും. കൂടാതെ ഈ ഭാഗത്ത് ഇൻ്റർലോക്ക് പാകാനുള്ള വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട്. ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞ സാമഗ്രികളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മളെ കോഴിക്കോട് ടൗണിലോട്ട് പോകുന്ന റോഡാണ് വലതുഭാഗത്തായിട്ട്. ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ചെറിയൊരു പാസേജ് ആളുകൾക്ക് ഇരുവശത്തോട് കിടക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ചെറിയൊരു അണ്ടർ പാസേജും അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ 6 പാനലുകളാണ് കാസർഗോഡ് ഭാഗത്തൊക്കെ കാണുന്നത്. ഇവിടെ കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഗത്തായിട്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിടിച്ച് ഉയർത്തിയിട്ടുള്ളത്. നമ്മൾ നേരെ സർവീസ് റോഡ് കഴിഞ്ഞ് കോഴിക്കോട്ട് പോകുമ്പോൾ ഇവിടെ അറുവരിപ്പാതയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള മെർജിങ് പോയിൻ്റാണ് കാണുന്നത്. നിലവിൽ ട്രക്കുകളൊക്കെ 3ാമത്തെ ലൈനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഒരു ലൈക്ക് തന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ. നമ്മുടെ അധികം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നത് അറിയാമ്പോൾ ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നമുക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന KMCയുടെ റീച്ചാണ്. KMCൻ്റെ റീച്ചിൽ ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KMCയുടെ റീച്ചിൽ ഇനി മേജർ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഏകദേശം ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ ഭാഗത്തും നമ്മുടെ ഓവർപാസിൻ്റെ വർക്കുകളും ഇനി ബാക്കിയുണ്ട്. മലാപ്പറമ്പ് ഓവർപാസിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. വേങ്ങേരി ഓവർപാസിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ ബാക്കിയുണ്ട്. അവിടെ സർവീസ് റോഡ് റെഡിയാവുന്നുണ്ട്. കൂടാതെ ആറുവരിപ്പാതയുടെ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ചിലും 97% ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കകം മുഴുവനായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിയുന്നതായിരിക്കും. ഇവിടം വരെയാണ് KMCയുടെ റീച്ച് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഫൈനൽ ടാറിംഗ് നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ ഒരു നെയിം ബോർഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതലാണ് നമ്മുടെ വാഗാടിൻ്റെ വർക്ക് സ്റ്റാർട്ടാവുന്നത്. വെങ്ങളം മുതൽ അഴിയൂർ വരെയാണ്, കുഞ്ഞിപ്പള്ളി അഴിയൂർ വരെയാണ് വാഗാടിൻ്റെ വർക്ക് നടക്കുന്നത്. എന്തായാലും നമ്മുടെ മലബാർ ഏരിയയിൽ ഏറ്റവും സ്ലോ ആയിട്ട് വർക്ക് നടക്കുന്ന ഒരു റീച്ച് കൂടിയാണ് നമ്മുടെ വാഗാടിൻ്റെ റീച്ചിൽ. എന്തായാലും നിലവിൽ കുറച്ച് ഫാസ്റ്റായി തന്നെ വർക്ക് നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ. എന്തായാലും വടകര ഭാഗത്തൊക്കെ വർക്ക് നല്ല രീതിയിൽ ലാഗാണ്. ഇവിടെ മുതൽ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞുള്ള ഇടമാണ് നമ്മുടെ വാഗാടിൻ്റെ. തിരുവങ്ങൂർ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർവീസ് റോഡ് ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുട്പാത്തിൻ്റെ വർക്കും പലയിടങ്ങളിലും നടന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വെറ്റ് മിക്സ് അടിച്ചിട്ടുണ്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത്.
വെറ്റ് മിക്സ് അടിച്ച് നമ്മളെ ഈ തിരുവങ്ങൂർ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇരുവശത്തോട്ട് വാഹനഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് വെറ്റ് മിക്സ് അടിക്കാൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഇതേ അണ്ടർ പാസേജിൻ്റെ ലെവലിലേക്ക് എത്തിക്കേണ്ട വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. ഇവിടെ സൈഡ് വാളിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് നടക്കാൻ ബാക്കിയുണ്ട്. ഇനി ഈ ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സർവീസോട് കൂടിയാണ് നമ്മൾ ഈ ഭാഗത്തോട്ട് തിരുവെങ്കൂർ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവെങ്കൂർ ഭാഗത്ത് 2 സ്പാനുകളോട് കൂടിയ അത്യാവശ്യം നല്ല വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള ഒരു അണ്ടർ പാസേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിരുവങ്ങൂർ അണ്ടർ പാസേജ് ഇനി മണ്ണടിച്ച് ഉയർത്തി ഏകദേശം ലെവലാക്കേണ്ട വർക്കാണ് നടക്കുന്നത്. 6 പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മണ്ണടിച്ച് ഉയർത്തുന്നത് കേട്ടോ. നമ്മുടെ KMCയുടെ റീച്ചിൽ അധികം കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണടിച്ച് ഉയർത്തുന്നത്. അതുപോലെ തന്നെ മലപ്പുറം റീച്ചിലും കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണടിച്ചിട്ട് സെറ്റാക്കിയിരുന്നത്. ഇവിടെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ കണ്ണ് തട്ടാതിരിക്കാൻ നടന്ന പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് നേരത്തെ ഏകദേശം 1 വർഷത്തിന് മുമ്പ് ടാറിംഗ് പ്രവർത്തികൾ നടന്ന ഇടം. ഇപ്പോൾ തിരുവങ്ങൂർ കഴിഞ്ഞ് നമ്മൾ ഈ വലത് ഭാഗത്തായിട്ട് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ നടന്നിട്ടില്ല. ആ ഭാഗത്തൊക്കെ വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഈ ഭാഗത്തുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ മുതൽ ചെറിയ രീതിയിൽ ഡൈവേഷൻ വന്നിട്ട് 3 വരിപ്പാത നമ്മൾ കോഴിക്കോട്ട് പോകുമ്പോൾ ഡൈവേഷൻ വരുന്നുണ്ട്. കൂടാതെ സർവീസ് റോഡ് ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇടത് ഭാഗത്തായിട്ട് വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട്. 3 വരിപ്പാത കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മുതൽ വലത് ഭാഗത്തായിട്ട് നമ്മൾ 3 വരിപ്പാതയിൽ ഇനിയും നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമൊക്കെ ഇനി ബാക്കിയുണ്ട് കേട്ടോ. നേരത്തെ വർക്ക് കഴിഞ്ഞ ഇടമാണ്. അതിനുശേഷം കാര്യമായ വർക്ക് ഈ ഭാഗത്ത് നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഭാഗത്തൊന്നും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടില്ല. ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇടത് ഭാഗത്ത് നമ്മളെ കൊയിലാണ്ടി ഭാഗത്തോട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. നമ്മുടെ കോഴിക്കോട് ഭാഗത്തോട്ട് 3 വരിപ്പാതയിലാണ് വാഹന ഗതാഗതം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് നമ്മളെ വലത് ഭാഗത്തുള്ള 3 വരിപ്പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവീസ് റോഡ് കൂടി കൊയിലാണ്ടി ഭാഗത്തോട്ട് പോകുന്നു. ഇവിടെ മുതൽ സർവീസ് റോഡ് വീണ്ടും ഡൈവേഷൻ വന്നിട്ടാ. ഇവിടെയൊക്കെ വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്താണ് നമ്മൾ പൂക്കോട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂക്കോട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ ഡൈവേഷൻ വന്ന് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. ഇനി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് സെറ്റാക്കേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഏകദേശം മണ്ണടിച്ച് ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വെറ്റ് മിക്സ് അടിച്ച് മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെയൊക്കെ ഇനിയും മണ്ണടിച്ച് ഉയർത്താൻ ബാക്കിയുണ്ട്. ഈ അണ്ടർ പാസേജിൻ്റെ ആ ഉയരം കണ്ടോ, ആ ലെവലിലേക്ക് ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ചെറിയ ഇടങ്ങിയിട്ടാണ് പോകുന്നത്. നല്ല രീതിയിൽ ട്രാഫിക് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ്. ചെറിയ മഴ പെയ്തിരുന്നു രാത്രി. അപ്പോൾ നമ്മൾ കണ്ട വെള്ളം കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഡ്രെയിനേജിൻ്റെ വലിയ പ്രോബ്ലം നേരിടുന്ന ഒരു റീച്ച് കൂടിയാണ് വാഗാടിൻ്റെ റീച്ച്. തിക്കോടി ഭാഗത്തൊക്കെ കഴിഞ്ഞ വർഷം മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം പൊങ്ങിക്കിടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു ഡ്രെയിനേജ് പോകുന്നുണ്ടായിരുന്നു. ആ ഡ്രെയിനേജ് അടച്ചത് കൊണ്ടാണ് അധികം വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. ഇവർ കാര്യമായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്കാണ് ആദ്യം നടത്തേണ്ടത്. ഡ്രെയിനേജിൻ്റെ സിസ്റ്റം ശരിയാക്കിയാലേ വർക്കുകൾ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയൊക്കെ ഇനിയും 6 പാനുകൾ സെറ്റാക്കിയിട്ട് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയാണ്. നല്ല ട്രാഫിക് ബ്ലോക്കുകളാണ് നിലവിലിപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. കാരണം ചെറിയ ഇടുങ്ങിയ സർവീസ് റോഡാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇനിയും സർവീസ് റോഡിൻ്റെ വർക്കുകൾ റെഡിയാക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് 3 വരിപ്പാതയിലോട്ട് നമ്മളെ കൊയിലാണ്ടി ഭാഗത്തോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ആണ് നമ്മളെ കോഴിക്കോട് ഭാഗത്തോട്ട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ ഇടം കൂടിയാണ്. പൂക്കോട് ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മുഴുവനായിട്ടും ആ ഭാഗത്ത് തുറന്നു കൊടുക്കുക. നിലവിലിപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ ഇവിടെ മുതൽ വീണ്ടും ഡൈവേഷൻ വന്ന് വലതു ഭാഗത്തുള്ള 3 വരിപ്പാത കൂടിയാണ് കൊയിലാണ്ടി ഭാഗത്തോട്ട് വീണ്ടും പോകുന്നത്.
ഇനി ഇടതുഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളായിട്ട് ഇവിടെ ഇനി സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. ടാറിംഗ് പ്രവർത്തികൾ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മുഴുവനായിട്ടും വാഹനഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടില്ല. നമ്മൾ ചേമഞ്ചേരി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചേമഞ്ചേരി ഭാഗത്ത് ഈ ഇടത് ഭാഗത്തായിരിക്കും സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ റെയിൽവേ ട്രാക്കിന് സമാന്തരമായിട്ടാണ് ഈ നമ്മുടെ ദേശീയപാത കടന്നു പോകുന്നത്. റെയിൽവേയുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വർക്കുകൾ ഈ ഭാഗത്തായിട്ട് ലേറ്റായിട്ടുള്ളത്, അല്പം ലാഗായിട്ടുള്ളത്. എന്തായാലും ഇവിടെ വലതുഭാഗത്തായിട്ട് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ചിടങ്ങളിൽ വർക്ക് നടന്നിട്ടുണ്ട്. ഈ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും റെയിൽവേയുടെ സ്ഥലം ഏറ്റെടുപ്പ് നടക്കുന്നതിനുള്ള വർക്കുകൾ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. നിലവിൽ നമ്മൾ ചേമഞ്ചേരി ഭാഗത്ത് ഇവിടെ ചെറിയൊരു ഡ്രെയിനേജിൻ്റെ സിസ്റ്റം വർക്ക് നടന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ മുതൽ മൂന്നരിപ്പാത കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. സർവീസ് റോഡിൽ നിന്ന് നേരെ നിലവിൽ ഇവിടുന്ന് ഡൈവേഷൻ വന്നിട്ട് 6 വരിപ്പാതയിലോട്ട് എൻ്റർ ആവുകയാണ്. കൂടാതെ നമ്മുടെ കൊയിലാണ്ടി ഭാഗത്തോട്ട് 3 വരിപ്പാത കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഈ ഭാഗങ്ങളിലായിട്ട് തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. കുറച്ച് ഭാഗങ്ങളിലായിട്ട് 6 വരിയുടെ ടാറിംഗ് പ്രവൃത്തികൾ നടന്നതാണ്. ഇവിടെ നിന്ന് ചെറിങ്ങനെ ഡൈവേഷൻ വന്നിട്ട് നമ്മുടെ പൊയിൽക്കാവ് ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ റെയിൽവേ ട്രാക്കിന് സമാനമായിട്ടാണ് പല ഏരിയയിലും നമ്മുടെ കാസർഗോഡും നമ്മുടെ കേരളത്തിലോട്ട് നീളം പല ഏരിയകളൊക്കെ ഇപ്പോൾ 6 വരിപ്പാത കടന്നു പോകുന്നത്. ഇവിടെ മുതൽ നമ്മുടെ പൊയിൽക്കാവ് അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ഇവിടെ ചെറിയൊരു ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ പെയ്ത മഴയുടെ മഴവെള്ളം ഇവിടെ നല്ല രീതിയിൽ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ മഴ വന്നാൽ വാഗാടിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഡ്രെയിനേജ് സിസ്റ്റം ഇവർ റെഡിയാക്കിയിട്ടില്ല. ഇവിടെയൊക്കെ റീടൈൻ വാൾ കെട്ടാൻ വേണ്ടിയിട്ട് ഇവർ കുഴി എടുത്തിട്ടുണ്ട്. അതിൽ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. നിലവിൽ 2 ഭാഗത്തോട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ് ഇനിയും നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഡൈവേഷൻ വന്നിട്ട് 2 ഭാഗത്തോട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. ചെറിയ മഴ പെയ്തുള്ളൂ. ഈ അണ്ടർ പാസിൻ്റെ താഴെയായിട്ട് ചളിക്കുളമായിട്ടുണ്ട്. എന്തായാലും നല്ല മഴ വരുന്നതോടുകൂടി, മഴക്കാലം വരുന്നതോടുകൂടി ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളെ പൊയിൽക്കാവ് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും സർവീസ് റോഡ് കൂടിയാണ് നമ്മൾ ഈ കാണുന്ന ഇടത് ഭാഗത്ത് കൂടി ഡൈവേഷൻ വന്നിട്ട് കൊയിലാണ്ടി ഭാഗത്തോട്ട് വാഹനങ്ങൾ പോവുകയാണ്. നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ട് ഈ 3 വരിപ്പാത കൂടിയാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്. നേരത്തെ ഈ 3 വരിപ്പാത കൂടിയായിരുന്നു വാഹനങ്ങൾ ഇരുവശത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഭാഗത്ത് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും ഈ ഭാഗങ്ങളിലായിട്ട് അപ്ഡേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലതുഭാഗത്തായിട്ട് ഇനി സർവീസ് റോഡ് റെഡിയാക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. എന്തായാലും ഈ ഭാഗത്തൊക്കെ നേരത്തെ 6 വരിപ്പാതയുടെ ഭാഗമായിട്ടുള്ള ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ്. നമ്മുടെ ചെങ്ങോട്ടുകാവ് ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ചെങ്ങോട്ടുകാവ് വരുന്ന അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്താണ് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും ഇവിടെ മുതൽ സർവീസ് റോഡും കുറച്ച് ഭാഗങ്ങളിലായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ ഇടത് ഭാഗത്ത് കാണുന്ന 3 വരിപ്പാത തുറന്നു കൊടുത്തിട്ടില്ല. സർവീസ് റോഡ് റെഡിയാക്കിയത് കൊണ്ടാണ് ഇവിടെ കൊയിലാണ്ടി ഭാഗത്തോട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കൂടാതെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡ് റെഡിയായതിനു ശേഷം ഈ മുഴുവനായിട്ടും ഈ ഭാഗത്തൊക്കെ തുറന്ന് കൊടുക്കുന്നതായിരിക്കും. നിലവിൽ നമ്മുടെ ചെങ്ങോട്ടുകാവ് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൽ ആ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞ ഇടം കൂടിയാണ്. വാഹനങ്ങളൊക്കെ അത് കൂടി കടന്നു പോകുന്നുണ്ട്. ഇവിടം വരെയാണ് ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞ ഇടം. ഇവിടെ മുതൽ നമ്മൾ ഈ വലതുഭാഗത്ത് കാണുന്നത് നിലവിലുള്ള ദേശീയ പാതയാണ്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഏകദേശം 6 പാനുകൾ വെച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു പാസേജ് ഉണ്ട് കേട്ടോ, ഇരുവശത്തോട്ടും ആളുകൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്.
നിലവിലിപ്പോൾ JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണൊക്കെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മേപ്പൂർ ഭാഗത്തൊക്കെ മണ്ണെടുക്കാനുള്ള അനുമതി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മണ്ണിൻ്റെ ലഭ്യത ഇവർക്ക് ഇപ്പോൾ കിട്ടിയത് കൊണ്ട് കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. മണ്ണടിച്ച് ഏകദേശം സെറ്റാക്കിക്കൊണ്ട് വരുന്നുണ്ട്. വർക്ക് പുരോഗതി എത്രത്തോളം പോകുമെന്ന് നമുക്കറിയില്ല കേട്ടോ. ചെങ്ങോട്ടുകാവ് ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത്. അണ്ടർ പാസേജിൻ്റെ ആ ലെവലിലേക്ക് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും ഈ അണ്ടർ പാസേജിൻ്റെ താഴെ കൂടി നമ്മൾ കോഴിക്കോട് ഭാഗത്തോട്ട് ക്രോസ് ചെയ്തിട്ടാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടത് ഭാഗത്തോട്ട് പോയാൽ നമ്മൾ നേരെ കൊയിലാണ്ടി ടൗൺ ഭാഗത്താണ്. ഈ അപ്രോച്ച് റോഡ് ഭാഗത്ത് നമ്മൾ ഈ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡ് ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. പുതിയൊരു വീഡിയോയുമായി വരും. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.